ಗೈಸ್, ನಮ್ಮ ಮಂಗಳೂರು ನಿಮ್ಮ ಆಂಡಿ ಗೋಲ್ಡ್. ಇವತ್ತು ಗೋಲ್ಡ್ ರೇಟ್ ಎಷ್ಟು? ಸಂಡೇ ಸೇಮ್ ಅಂದಂಗೆ ಗೋಲ್ಡ್ ರೇಟ್ ಒಂದು ಚೆಲ್ಲಿ ಕೊಡ್ತಾರೆ ಬಾಬಾ. ಇವತ್ತು ಗೋಲ್ಡ್ ರೇಟ್ 1 ಗ್ರಾಮಿಗೆ 7,890, ಅದೇ ಒಂದು ಪವನಿಗೆ 63,120. 63,120. ಕರೆಕ್ಟ್ 63,120 ഗോൾഡിന്റെ റേറ്റ് ഒന്ന് ചേഞ്ച് ആവില്ല. എന്ത് ചെല്ലെങ്കിൽ ഇന്ന് സൺഡേ ആണ് അല്ലേ? അപ്പോൾ ഹാപ്പി സൺഡേ, ഹാപ്പി ഷോപ്പിംഗ്. എപ്പോഴും നമ്മൾ ചെല്ലും, ഫസ്റ്റ് തന്നെ നമ്മൾ ചെല്ലുന്നുണ്ട് ഹാപ്പി സൺഡേ, ഹാപ്പി ഷോപ്പിംഗ്. ഏവർക്കും നല്ലൊരു ദിവസം പ്രകാശിച്ചുകൊണ്ട് നമ്മൾ ഇന്നത്തെ കളക്ഷൻസിലേക്ക് പോവാം. ഇന്നത്തെ കളക്ഷൻസ് ചെല്ലുമ്പോൾ എന്ത് കളക്ഷൻസ് കാണിക്കുന്നത്? 15 പവനിಗೆ 12 കളക്ഷൻസ്. 15 പവനിക്ക് 12 ഡിഫറെൻറ്റ് കളക്ഷൻസ്. അതും നമ്മളെ ഗോൾഡിൻ്റെ റേറ്റ് ഹൈയിലുള്ള ടൈമിലാണ് ഇത്തരം കളക്ഷൻസ് നിങ്ങൾ കാണിക്കുന്നത്. ഒരു 15 പവനിൽ എത്രയോ കസ്റ്റമർ നമ്മളോട് ചോദിച്ചുകൊണ്ടുണ്ട്, ഒരു 15 പവൻ്റെ ഒരു സെറ്റ് ഒന്ന് കാണിച്ചു തരും അല്ലേ? ചോദിക്കുന്നില്ലേ? 16 പവൻ്റെ സെറ്റ് കാണിച്ചു തരാം, 18 പവൻ. അത് ഓരോരോ ബജറ്റ് വെച്ചിട്ടുണ്ടാവും. നമ്മളെ മോക്ക് 15 പവൻ കൊടുക്കണം. അപ്പോൾ മോള് ചെല്ലു, ഓല്ലല്ലോ ഇത് 15 പൗണ്ട് എന്തുണ്ടാകുന്നു ഉമ്മ, അതൊന്ന് കിട്ടല്ലേ? അപ്പോൾ ഉമ്മക്ക് എന്താ എത്ര 15 പൗണ്ട് നോക്ക് എത്ര പൗണ്ട് കാണിക്കാനായി ഇല്ലേ? ഇല്ലെങ്കിൽ ആ ഒരു ആങ്ങൾ ചെല്ലുന്നത് ഏണ നിൻ്റെ മംഗലത്തിന് ഞാൻ 15 പൗണ്ട് അങ്ങനെ സെറ്റാക്കി തരാം. അപ്പോൾ പെങ്ങൾക്ക് ഭയങ്കര ബേജാറാവും, ടെൻഷനാവും. 15 പൗണ്ട് എന്ത് കിട്ടാല എന്താവും? അപ്പോൾ ആങ്ങൾക്ക് ഇത് കാണിച്ചു കൊടുക്കും. ഇതിനെ ആൻറ്റി ഗോൾഡിൻ്റെ വീഡിയോ ഉണ്ട്, നോക്ക് 15 പൗണ്ടേ ഉള്ളൂ, പക്ഷേ എത്ര കളക്ഷൻസ് ഉള്ളത്. അപ്പോൾ അങ്ങനെയുള്ള ആൾക്ക് വേണ്ടിയിട്ടാണ് ഇന്നത്തെ വീഡിയോ നമ്മൾ ഡെഡിക്കേറ്റ് ചെയ്യുന്നുള്ളത്. ഞാൻ ചെല്ലിക്ക് അർത്ഥമായിനല്ലേ? ನೀವು ಒಂದು ಕನ್ನಡದಲ್ಲಿ ಬರ್ನೇ ಕೊಡ್ತಾರೆ. ഞാൻ 15 ಪವನಿಗೆ 12 ಡಿಫರೆಂಟ್ ಕಲೆಕ್ಷನ್ಸ್ ಅಲ್ಲಿ ಬರುವ ಬ್ರೈಡಲ್ ಸೆಟ್. ഇത് ആർക്ക് വേണ്ടി നമ്മൾ ഡെഡിക്കേറ്റ് ആക്കുന്നത്? പുതിയ പെണ്ണുക്ക്. ഇത് ആര് ഇതിൻ്റെ ഉപഭോക്താക്കൾ ഇത് ആരെയാണ് ഇത് ചൂസ് ചെയ്യുന്നത്? ആർക്കും ഇങ്ങനെ ഭയങ്കര ടെൻഷനല്ലാന്ന്. അപ്പം ഞാൻ പറഞ്ഞൊന്നും എനിക്ക് പൊടിയായിട്ടില്ല. എന്ത് ഞാൻ പറഞ്ഞേ? ചെല്ലറല്ല ബാബാ, നീ ചിരിക്കുന്ന എന്ത് പൊടിയായിട്ടാ, എന്ത് പൊടിയായിട്ടാ അങ്ങനെ ഉണ്ടല്ലോ. അതെ, അതെന്നാക്ക് ഫസ്റ്റ് തന്നെ അറിഞ്ഞു ഓൾക്ക് പൊടിയായിട്ടില്ല. അതാണ് ഞാൻ ചോദിച്ചത്. എന്ത് നിനക്ക് അർത്ഥ അയച്ചല്ലേ? എന്ത് നിനക്ക് എന്താ അർത്ഥ? ഓർമ്മയില്ല, പൊടിയില്ല കണ്ട. അതായത് കന്നഡ ഇപ്പം ആർക്കും കറിയപ്പോ കന്നഡ ഇതിരാവോനെ ഞാൻ പറഞ്ഞ എനിക്ക് മനസ്സിലായി എന്തെന്നുള്ളേ. എന്ത് പേര്? ഇത് അർഫാസ് മഞ്ജു ചെറുത്തു. ഓനിക്ക് കന്നഡ അറിയോ ചെല്ലുന്നേ? ഇപ്പോൾ ഓനെ അറിയൂ. നിങ്ങൾക്ക് അറിയലേന്ന് ഓൻ ഇൻ്റർവ്യൂവിൽ എന്നോട് ചെല്ലിക്കൂടെ കന്നഡ അറിയും, തൂള് അറിയും. തൂളെല്ലാം നമുക്ക് അടിപൊളി അറിഞ്ഞു. അതുപോലെ നെക്നിക്ക് അറിയും, എല്ലാം അറിയും ചെല്ലുന്നു. ഇപ്പം ഞാൻ മലയാളത്തിലോട് ചൊല്ലി കൊടുത്തത് നീ കേട്ടിനല്ലേ? ഇനി ഇത് കന്നഡയിൽ നിന്ന് പറഞ്ഞു കൊടുക്കണം. ഒന്നുകൂടി ഞാൻ വേണമെങ്കിൽ പറഞ്ഞു തരണ. അപ്പം എനിക്ക് ആദ്യം മനസ്സിലാവും എന്ത് ചെല്ലെങ്കിൽ കേട്ടോ. നമ്മളെ ഇപ്പം 15 പൗണ്ട് സെറ്റ് ഉണ്ട്. ഈ 15 പൗണ്ട് സെറ്റിൽ ഇൻഷാല്ല മാഷാല്ല അത്യാവശ്യം എല്ലാം ഉണ്ട്. 12 വെറൈറ്റി കളക്ഷൻസ്, അതും പുതിയ ഡിസൈനിൽ ചെറിയ കൂലിക്ക് കൊടുക്കാൻ കഴിയുന്ന സാധനം. എല്ലാം നമ്മൾ തന്നെ സാധനം ഇതിൽ കൂടുതലുള്ള അല്ല, നമ്മൾ തന്നെ ഓൺ പ്രൊഡക്റ്റാണ്. ഓക്കെ, അപ്പോൾ ചെറിയ കൂലി കൊടുക്കാൻ കഴിയും. കാണാൻ നല്ലോണ്ട് അല്ലേ? നല്ലോണ്ട്. ബ്യാരി എന്തേന് പറയുന്നത്? നല്ലോണ്ട്. ഭാരി ചന്തല്ലപ്പാ ഞാൻ ഉദ്ദേശിച്ചത്. ഇത് എന്തിനു പറയുന്നത്? നല്ലോണ്ട് പൊലിമയുണ്ട്, നല്ല പൊലിമുള്ള കളക്ഷൻസ്. ഒരിക്കലും ഇത് കണ്ടെങ്കിൽ 15 പൗണ്ട് ചെല്ലല, അതിനേക്കാൾ 30 പൗണ്ടല്ലോ കാണിക്കാനുണ്ട്. ഇത് കാണുമ്പോൾ ഒരു നമ്മളിപ്പോൾ എൻ്റെ പെങ്ങ് കൊണ്ട് ചോദിച്ചോ, പെങ്ങൾക്ക് ഞാൻ കൊടുക്കുന്നുള്ള ആകെ 15 പൗണ്ടാണ് ഞാൻ പെങ്ങ് കൊടുക്കുന്നത്. പക്ഷെ പെങ്ങൾക്ക് കേൾക്കുമ്പോൾ എന്താ ടെൻഷനാവും. ഓറെല്ലാം 20 പൗണ്ട്, 30 പൗണ്ട്, 40 പൗണ്ടെല്ലാം ഇട്ടിനല്ലേ, ഞാനിക്ക് 15 പൗണ്ടിൽ എന്താണ്? അപ്പോൾ അങ്ങനെ ആങ്ങളോട് ചെല്ലുമ്പോൾ ആങ്ങൾക്ക് കാണിക്കാനാണ് ഈ വീഡിയോ നമ്മൾ ഡെഡിക്കേറ്റ് ആക്കുന്നതായിരിക്കും. ഈ പിന്നെ ഒന്നായിരിക്കും ചെല്ലെങ്കിൽ ഓളെ ഇപ്പോൾ നിങ്ങളെ ഉമ്മക്ക് എന്താ ഇപ്പോൾ മോക്ക് കൊടുക്കുന്ന ആകെ 15 പൗണ്ട്. ഓക്കെ, അപ്പോൾ മോള് ചെല്ലു എന്തുമ്മ 15 പൗണ്ട് എന്തുണ്ടായാലും എന്തെങ്കിൽ നമുക്ക് കുറച്ച് ജാസ്തി ഇത്താ ആടെ ബാക്കിയായിട്ട് മംഗലം കഴിഞ്ഞിട്ട് വന്നാളല്ലോ 20 പൗണ്ട് 25 പൗണ്ടിൽ ഇട്ടു ഞാൻ ഈ 15 പൗണ്ട് കൊണ്ട് എന്തുണ്ടായില്ല. അപ്പോൾ ഉമ്മക്ക് ടെൻഷനാവും. അതിന് വേണ്ടി ഉമ്മ എന്തൊക്കെ ഈ വീഡിയോ മോക്ക് കാണിച്ചു കൊടുക്കുക. ഇതാ 15 പൗണ്ടിൽ നോക്കണേ എന്തെല്ലാം ഉണ്ടല്ലോ ആൻറ്റി ഗോൾഡിലുണ്ട്. അതുപോലെ പിന്നെ ആയിരിക്കും കാണിക്കുക, ബാപ്പൊക്കെ കാണിച്ചു കൊടുക്കുക. മനസ്സിലായ? ഇത് കന്നഡയിൽ പറഞ്ഞു കൊടുക്കണം. ಆಯ್ತು ಮಾತಾಡಿ. ನೀ ಟ್ರೈ ಮಾಡು, ನೀ ನಮ್ಮಲ್ಲಿ ಟ್ರೈ ಆಗಿಟ್ಟಲ್ಲಿ ಓಡುತ್ತಿ. 15 ಪೌಂಡ್ ಇರೋದು ಇದರಲ್ಲಿ. ಅದರಲ್ಲಿ ಈಗ ಎಲ್ಲ ಕಲೆಕ್ಷನ್ ಆಗಬೇಕಲ್ಲ. ಈಗ
ಬ್ರದರ್ಗೆ ಕೊಡುವಾಗ ಗೋಲ್ಡ್ ಎಲ್ಲ ಐಟಮ್ ಇರಬೇಕಲ್ಲ, ಅದೀಗ ಹೇಳುವುದು പറഞ്ഞോ, നീ പോയിക്കണ്ട. എന്താ ഈ stick? 15 ಪವನಿದ್ದು ಎಲ್ಲ ಐಟಮ್ಸ್ ಈಗ 15 ಪವನಲ್ಲಿ ಏನೆಲ್ಲ ಆಗಬೇಕು ಅಂತ ಕೇಳ್ತಾರಲ್ಲ ಈಗ, അവർക്ക് ಕೇಳ್ತಾರೆ. ಆಗ ಬ್ರದರ್ ತೋರಿಸಿ ಕೊಡೋದು 15 ಪವನಿಗೆ ಇಷ್ಟೆಲ್ಲ ಬರ್ತದೆ ಅಂತ. ಆಗ ಅಮ್ಮನಿಗೆ ಖುಷಿ ಆಗ್ತದೆ, ಇಷ್ಟೆಲ್ಲ ಐಟಮು 15 ಪವನಲ್ಲಿ ಬರ್ತದಾ ಅಂತ. ಆಗ ಅಪ್ಪನಿಗೆ ಕೂಡ ಖುಷಿ ಆಗ್ತದೆ 15 ಪವನ್ ಇರುವಾಗ. ಈಗ 15 ಪವನಲ್ಲಿ ಎಲ್ಲ ಐಟಮ್ಸ್ ಉಂಟು ನೋಡಿ, ಕಲೆಕ್ಷನ್ಸ್ ನೋಡಿ. ಬ್ರೇಸಲ್ ಸೆಟ್ ಇದೆ, ಸೇರ್ ತೋರಿಸ್ಬೋದು. അവന് സംഭവം സെറ്റാക്കിയിട്ടുണ്ട്. എനിക്ക് സംഭവം മനസ്സിലായില്ലേ? ಹಾಯ್ അവൻ പറഞ്ഞതാണ്, ഞാൻ നേരത്തെ പറഞ്ഞു. ഓക്കെ, അപ്പോൾ ഓക്കെ ಕನ್ನಡದಲ್ಲಿ ಚೆಲ್ಲ ಮಾಡ್ತೈತೆ. ആ അപ്പോൾ ഒരു സൈക്കാണ്ടെല്ലാം കൊടുക്കണോ എനിക്ക്? ഓ ഭയങ്കര ആക്കിന് ഒരു ഗിഫ്റ്റെല്ലാം കൊടുത്തിരി കൊണ്ടുപോവാ. ഗിഫ്റ്റ് കൊണ്ടുപോവാ. എന്തിനാ ബാബാ, എന്തിനാ ബാബാ ദൂരെ ദൂരെ നിൽക്കുന്നേ? അടിപൊളിയായിന് അല്ലേ? ഇനിയിപ്പോൾ നമ്മ ഇല്ലെങ്കിൽ നീ വന്നിട്ട് വീഡിയോ എല്ലാം എടുക്കേണ്ടി വരും. ഓക്കെ, ഇൻഷാ അല്ലാ. ആടെയാണ് നമ്മൾ ചെയ്യും. നമുക്കെന്തോ അറിയല കയ്യേല ചെല്ലിട്ട് നമ്മൾ ബാക്കിലോട്ട് നമ്മൾ ലൈഫിലും ബാക്കിലോട്ട് തന്നെ ഇൻഷാ അല്ലാ നമ്മൾ ട്രൈ ആക്കാം, നോക്കാല്ലേ? അങ്ങനെ ഇത് നമ്മൾ ഓക്കെ. ദുആ കറോ. അസ്സലാമു അലൈക്കും, ഓൾ ദി ബെസ്റ്റ്. അപ്പോൾ നമുക്ക് പിൻഗാമികൾ കുറേ ഉണ്ട്, ഒന്നാടുണ്ട്, ഒന്നുകൂടെ ഉണ്ട്, എല്ലാം ഉണ്ട്. ഇൻഷാ അല്ലാ എല്ലാം സെറ്റായിട്ട് വരും. നാളെ താസിക് മാളി കാണും. ಹೌದು ആവല്ലേ? ആവും ഇൻഷാ അല്ലാ. എന്ത് ചെല്ലിങ്ങുണ്ടല്ലോ, ഞങ്ങൾ കാസർഗോഡത്തെ താഴത്തെ ഷോറൂം ഉണ്ടായിരുന്നു. ആ ഷോറൂമിൽ ഞങ്ങൾ ഇങ്ങനെ വെറുതെ ഇവിടെ നിൽക്കുന്ന സമയത്ത് ഞങ്ങൾക്ക് ഈ വീഡിയോൻ്റെ കഥ ഒന്നും അറിയില്ല. അപ്പോൾ ഞാൻ അതുപോലെ നമ്മളെ കുറേ ആൾക്കാരുണ്ട്, പേരിൽ വിട്ടു. സന്തോഷ്, എന്താണ് പേര്, അജേഷ്, നോമാൻ, പിന്നെ നമ്മളെ ദുബൈയിൽ പോയ എന്തോ പേരിടാ, ദുബൈയിൽ പോയ സിനോജ്, ഞങ്ങൾ ഒരു ടീം. ആ ടീമാണ് ഈ വീഡിയോ അത് ഇതെല്ലാം മുണ്ടിയതും ആസ്വദിച്ചാൽ നിങ്ങൾ എങ്ങനെ ചെല്ലും അങ്ങനെ ചെല്ലിട്ട് ഞങ്ങൾ കൊണ്ടുവന്നു. ഫസ്റ്റ് ഇപ്പോൾ 7 കൊല്ലം മുമ്പ്, 7 ഇയേഴ്സ് ഓക്കെ, അന്ന് തുടങ്ങിയതാണ് ഈ വീഡിയോ. അപ്പം ഞമ്മക്കറിയില്ല, അവർക്ക് കഴിയല, എന്ത് കയ്യോ എന്ത് കഴിയാത്ത ബാധക്ക് ഉണ്ട്. മനസ്സിലായ? നിങ്ങൾ യൂട്യൂബ് നോക്കിയാൽ മതി, എൻ്റെ പണ്ടത്തെ വീഡിയോ അല്ലോ. അപ്പം അങ്ങനെ ഞമ്മൽ വന്നേ, അല്ലാണ്ട് ഞമ്മ ഉമ്മാൻ്റെ ബാറ്റിൽ വരുമ്പോൾ എന്തെങ്കിലും പഠിച്ചിട്ട് വന്നൊന്നല്ല, ആരുമല്ല. എല്ലാവരും ഇങ്ങനെ നോക്കിയിട്ട് പഠിച്ചിട്ട് എക്സ്പീരിയൻസ് ആയത്. ഓക്കെ, ഇൻഷാ അല്ലാ നാളെ നീയും ആവും, ഓനാവും, എല്ലാം ആവും. ഇപ്പോൾ നിൽക്കുന്ന വിഷയം പറയാൻ കഴിഞ്ഞ നീ ടെൻഷൻ അടിച്ചണ്ട. നാളെ ഈനേക്കാൾ പവറിൽ വരും. നാളെ നീ വെച്ച് എന്നെ ഓവർടേക്ക് ആക്കിയിട്ട് പോകും. മോശമില്ല, ഓക്കെ. അപ്പോൾ അങ്ങനത്തെ കഥ. അപ്പോൾ എന്ത് ചെല്ലെങ്കിൽ നമുക്ക് നേരെ നമ്മൾ വീഡിയോയിൽ കിടക്കുക. എല്ലാവരും നമ്മൾ പറയുന്നുണ്ടായി ഈ ആൾ വലിയ കുറേ 4 ഗ്ലാസും വെച്ചിട്ട് കൂടുന്നത് മുണ്ടുന്നത്. അപ്പോൾ ഫസ്റ്റത്തെ കളക്ഷൻ ചെല്ലുമ്പോഴേക്ക് ഈ ഒരു നെക്ലെസ്, ഏത് ഈ ഒരു നെക്ലെസ് കണ്ടില്ലേ, അടിപൊളി നെക്ലെസ്. ഇതിൻ്റെ തൂക്കം എന്ന് പറയുമ്പോഴേക്ക് എത്ര ഉള്ളത് മോളെ? 6 ഗ്രാം ഉള്ളല്ലേ, 3/4 പവനാണ് ഈ ഒരു നെക്ലെസ് വരുന്നുള്ള. ഇത്ര ബിഗ് സൈസിൽ വരുന്ന നെക്ലെസ് വരുന്നുള്ളത് ആകെ 3/4 പവൻ. അതിന് മറ്റില് ചെല്ലും ಬೆರಿ 3/4 ಗ್ರಾಮ್ 6 ಗ್ರಾಮ್ ಅಲ್ವಾ? ಮತ್ತೆ ಇದೊಂದು ನೆಕ್ಲೆಸು ಬರೀ 2 ಪವನ್ ಇದೆ. ಇದೆಲ್ಲ ಕರೆಕ್ಟ್ ಹಾಕಬೇಕು. ಹಾಂ, 2 ಪವನ್ ಇದೆ. 2 ಪವನ್ಲು നല്ല ಚೆನ್ನಾಗಿದೆ, നല്ല ಇದೆ, നല്ല ಒಳ್ಳೆ ಇದೆ, ತುಂಬ ಚೆನ್ನಾಗಿದೆ ನೋಡ್ಲಿಕ್ಕೆ, ತುಂಬ ಚೆನ್ನಾಗಿ. ಮತ್ತೆ ಬಿಗ್ ಸೈಜ್ ಇದೆ, ಹಾಂ ಬಿಗ್ ಸೈಜ್ ಇದೆ. ಇದಕ್ಕೂ ಟೋಟಲ್ ವೆಯ್ಟು 16 ಗ್ರಾಮ್ ಇದೆ, 16 ಗ್ರಾಮು. ಮತ್ತು ಇಲ್ಲಿ ಒಂದು ಶಾರ್ಟ್ ನೆಕ್ಲೆಸ್ ಇದೆ. ಇದು ಶಾರ್ಟ್ ನೆಕ್ಲೆಸ್ ಅಂತ ചോക്കർക്ക് വെയിറ്റ് ഉള്ളത് ಎಷ್ಟು അറിയോ? നോക്കിങ്ങോ, 11 ಗ್ರಾಮ್ 939, ಅದಾയത് 1.5 ಪವನ್. ಸ್ವಲ್ಪ ಕಡಿಮೆ ಅಷ್ಟೇ, ಸ್ವಲ್ಪ ಕಡಿಮೆ. ಇದು ದೊಡ್ಡ പീസു ಅಂದರೆ ಇದು ಫುಲ್ മോളിൽ കിട്ടിയിട്ടുണ്ട്. അതാണ് ഇങ്ങനെ വരുന്നത്, ഇങ്ങനെയാണ് ഇത് വരേണ്ടത്. മനസ്സിലായോ? ഇങ്ങനെ വരുന്നില്ലേ? എങ്ങനെ മോശമല്ല, സംഭവം സെറ്റ് തന്നെ. ഇത് പൊടി സാധനം നല്ല ഉണ്ടല്ലേ, നല്ല ഉണ്ട്. ಹಾಂ ಚೆನ್ನಾಗಿದೆ. ಬ್ಯಾರಿ ಚಂದ, ಭಾರಿ ಚಂದ, എന്തെങ്കായി ചന്ത തന്നെ അല്ലേ? അതിന് നെക്സ്റ്റ് നമ്മൾ കാണിക്കുന്നത് പറഞ്ഞെങ്കിൽ ഈ ഒരു കാതിൻ്റെ ഉണ്ടല്ലോ, കാതിൻ്റെ തൂക്ക ഡ്രോപ്സ്. ಬ್ಯಾರಿ എത്ര ഉള്ളത്? ಬೆರಿ 5 ಗ್ರಾಮ್ 365. ಓಕೆ, ಮತ್ತೊಂದು ಕೋಯಿನ್ ಇದೆ. ಕೋಯಿನ್ ಎಕ್ಸ್ಟ್ರಾ ಒಂದು ಕೋಯಿನ್ വെച്ചിട്ടുണ്ട്. 15 ಪವನ್ಲಿ ಎಂದೆಲ್ಲುಂಡು? കോയിൻ ഉണ്ട്, 3 ബാങ്കിളുണ്ട്, നെക്ലേസ് ഉണ്ട്, 3 നെക്ലേസ് ഉണ്ട്, കമ്മലുണ്ട്, അതുപോലെ റിംഗ് ഉണ്ട്, ബെൽറ്റ് ഉണ്ട്, മോതിര സെറ്റ് ഉണ്ട്, കാലിലിടുന്ന ഡെയിലി വെറൈറ്റി യൂസ് ആക്കാൻ പറ്റുന്ന
ಕಾಲ್ ಚೈನ್ ಮದುವೆಗೆ ಉಂಟು ಸಹ ಯೂಸ್ ಮಾಡ್ಬೋದು, ಎಲ್ಲ ಉಂಟು. ಮದುವೆ ಆದ್ಮೇಲೆ ಡೈಲಿ ವೇರಿಗೆ ಸಹ ಯೂಸ್ അതന്നെ, അതായത് കല്യാണം കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ഇടാൻ പറ്റും, കല്യാണം കൈ നാട്ടി മുമ്പ്, അതായത് ബ്രൈഡലിന് ഇടാൻ പറ്റും. അങ്ങനത്തെയാണ് ഈ സോറി എന്തിനു പറയുന്നത്, ലെഗ് ചെയിൻ, കാലിൻ്റെ. ഓക്കെ, പിന്നെ ഇതാ ഒരു അരിഞ്ഞാണ് വന്നിട്ടുണ്ട്. അരിഞ്ഞാണ് ഇതൊന്ന് വെച്ചിട്ട് കാണിച്ചു കൊടുത്തിട്ട് പോലെ. ഇതാ അരിഞ്ഞാണോ കാണുന്നുണ്ടല്ലേ, കണ്ട സെറ്റ് അരിഞ്ഞാണ്. നല്ല ഉണ്ടല്ലേ, 20 ಗ್ರಾಮೇ ಉಳ್ಳು, 20 ಗ್ರಾಮ್ ಇದೆ. ಅದು ದೊಡ್ಡ ಪೀಸ್, ದೊಡ್ಡ ಸೈಜ್ ಅದು ಅಲ್ವಾ, ದೊಡ್ಡದು. ഒരിക്കലും ഇത് 20 ഗ്രാം എന്ന് ചെല്ലല്ല, അത്രക്ക് ഉണ്ടത്. അതുപോലെ മോതിര സെറ്റ് 1 പവനുള്ളത്, മോതിര സെറ്റ് 1 പവന്. പിന്നെ 3 വള ಇದೆ. ഫസ്റ്റത്തെ ഈ ബാംഗിൾസ് വരുന്ന വെയിറ്റ് അല്ലെങ്കിൽ ബോംബെ കളക്ഷൻസ് ലൈറ്റ് വെയിറ്റ് 20 ഗ്രാം ಇದೆ. ಇದು ഫസ്റ്റ് സെൻട്രൽ ബാംഗിൾസ്. അതിൻ്റെ സൈഡ് ബാംഗിൾസ് ഒരെണ്ണം വരുന്നുള്ളത് എത്ര ഗ്രാം ഉണ്ടോ, 10 ഗ്രാം. ഓക്കെ, ആ ടോട്ടൽ ഇത് 3 കൂടിയിട്ട് വരുന്നുള്ളത് 30 ഗ്രാം ഉണ്ട്. 30 ഗ്രാം മനസ്സിലായ? 3 ഇത് 10, ഇത് 10, 2 10 വള 10 ഗ്രാം, ഇതുള്ളത് 20. അപ്പോൾ 30 ഗ്രാം ഇത് 3 വള. ഓക്കെ, അപ്പോൾ ഒരു കൈക്ക് 3 വള ഇട്ടിട്ടാകുമ്പോൾ ഒരു ബ്രൈഡ് നല്ല കറക്റ്റ് കിട്ടി. പിന്നെ ചെല്ലെങ്കിൽ ഒരു കൈക്ക് ഇത് ഇട്ട് കൊടുക്കാം, ഒരു ബ്രൈഡ് ഇതിട്ടാം. പിന്നെ ചെല്ലെങ്കിൽ അരിഞ്ഞാണ് ഇട്ടു, നല്ല ഉണ്ട് റിങ് അല്ലേ, ബിഹാരി ചന്ത. ബിഹാരി ചന്ത നോക്കിയേ, 1 ഗ്രാം 700 മില്ലി ഉണ്ട്. പക്ഷെ നല്ല ഉണ്ട്, 1 ഗ്രാം 700 മില്ലി ചെല്ലല്ല അത് കണ്ടെങ്കിൽ. അത്രക്കുണ്ട്, നല്ല സ്ട്രോങ് ഉണ്ട്, നല്ല കട്ടിയുണ്ട്, ഡെയിലി വെറൈറ്റി യൂസ് ആക്കാൻ പറ്റും. നല്ല ഉണ്ട്. നിങ്ങൾക്ക് ഒരു സ്പെഷ്യൽ തന്നെയാണ്, യാതൊരു സംശയം വേണ്ട. ഇമ്പോർട്ടഡ് ആണ് ഇത്, പുറത്തുനിന്ന് വരുന്നുള്ള കളക്ഷൻസ് നല്ല ഉണ്ട്, അടിപൊളി സാധനം കേട്ടോ. നല്ല എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഈ സാധനം. അതുപോലെ തന്നെ നമുക്ക് ഇതിൽ വേറെ പ്രത്യേകം നോക്കേണ്ട ഒരു ഡിസൈൻ ചെല്ലെങ്കിൽ നമ്മൾ ഇതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ആ 5 ഗ്രാം സംതിങ്ങേ ഉള്ളൂ, പക്ഷെ എത്ര കൂണ്ട്, എന്തോ ലുക്ക് ഉണ്ടല്ലേ, സൂപ്പർ ലുക്ക് എന്നെല്ലാം പറയാൻ പറ്റും. അങ്ങനെയാണ് ഈ സാധനം ഉള്ളത്. അപ്പോൾ നമ്മളെ ഇന്നത്തെ കളക്ഷൻസ് പറയുമ്പോൾ എല്ലാം കണ്ടിനല്ലേ, എന്തോ വ്യത്യാസം ഒന്നും വന്നിട്ടല്ല. സുധി ഈ സുധിയുടെ കൈയും കാലം നൊമ്പലായിട്ടുണ്ടോ, കുറേ സമയം എടുക്കാൻ തുടങ്ങിയിട്ട്. 15 പവനിൽ 12 കളക്ഷൻ, ഡിഫറെന്റ് ഡിസൈൻ. ഒരു ബ്രൈഡലിന് 1 2 3 വളല്ലേ, 30 ഗ്രാം പറഞ്ഞു, 40 ഗ്രാം അല്ലേ, ഏത് 10 20 20 40 ഒക്കെ അല്ലേ? കറക്റ്റ്, നീ നോക്കിയിട്ടുണ്ടായില്ലേ, നീ കണ്ടുപിടിച്ചില്ലേ, കറക്റ്റ്. സോറി മൈ വ്യൂവേഴ്സ്, ಇದುಳ್ಳದು 20 ಗ್ರಾಮು ಮತ್ತೊಂದು ಅದು 10, ಇದೊಂದು 10. അപ്പോൾ ടോട്ടൽ വരുന്നുള്ളത് 40 ഗ്രാമു അൽവാ, 40 ഗ്രാമു. അപ്പോൾ ചെറിയ നമ്മ മനുഷ്യന്മാരല്ലേ, അങ്ങോട്ടും ഇങ്ങോട്ടും ചെറിയ തെറ്റെല്ലാം പറ്റും, തപ്പെല്ലാവും. അതിനെല്ലാം എന്താക്കണം, ശ്രമിക്കണം, ചെല്ലണം. അപ്പം എന്തായി നമ്മ നെക്സ്റ്റ് വീഡിയോയിൽ അതെല്ലാം ചേഞ്ച് ആക്കിയിട്ട് കറക്റ്റായിട്ട് വരും. ഓക്കെ, അതുപോലെ തന്നെ നമ്മൾ ബിഹാരിയിൽ മുണ്ടുമ്പോൾ, അതുപോലെ കന്നഡയിൽ മുണ്ടുമ്പോൾ എന്തെല്ലാം തപ്പെല്ലാം നമുക്ക് കന്നഡ അറിയാലോ. അപ്പോൾ നമ്മൾ ചെല്ലാൽ നമ്മൾ പഠിച്ചിട്ട് വരുന്നുള്ളത്. ഒരു കിടാക്കോ ഇങ്ങനെ നടന്നിട്ട് വരുമ്പോൾ എന്താവും, കറക്റ്റ് നടക്കാൻ കഴിയല്ലേ, ഇങ്ങനെ എല്ലായിട്ട് പൂ വലിച്ച്. അപ്പോൾ അതിൽ ശരിയാക്കണ്ടായി കിടാക്കളെ നോക്കുന്ന ആൾ അല്ലേ, കിടാക്കൾ ആര് നോക്കുന്ന ഒരു അതെങ്ങനെയല്ല കുറിച്ച്. അതേപോലെ അപ്പോൾ ഞാൻ കന്നഡ മുണ്ടുമ്പോൾ ചെറിയ തപ്പൽ വരും, മിസ്റ്റേക്ക് വരും, ബേജാറാക്കിയാറുണ്ടാ. നിങ്ങൾ ചെല്ലുന്ന നമ്മൾ റെഡിയാവും അല്ലേ, നിന്നോട് ചെല്ലും. നിങ്ങൾക്ക് എന്തെങ്കിലും കന്നഡ എന്തെങ്കിലും മുണ്ടുന്നുണ്ട്, അതെല്ലാം ബാക്കിയുള്ള ആൾ കേൾക്കുമ്പോൾ വേറെ റോങ് ആയി പോകണ്ട, അർത്ഥം ചെല്ലും. അത് നിങ്ങൾ ചെലുത്തരണം, അത് അങ്ങനെയല്ല പറയണ്ട ഇങ്ങനെ, അപ്പം നമുക്ക് റെഡിയാവും. ഓക്കെ, ഇപ്പം നീ മലയാളത്തിൽ മുണ്ടുമ്പോൾ നീ ഏടാ എന്ന് പൊളിക്കുന്നത് എന്തേലും ചോദിക്കുന്നത് ഡിഫറെൻ്റ് അല്ലേ വരും, മനസ്സിലാവും. അങ്ങനെ കന്നഡ എല്ലാം ഉണ്ടാവും. അപ്പോൾ അത് നിങ്ങൾ പറഞ്ഞു തരണം. ചെറിയ അങ്ങോട്ടും ഇങ്ങോട്ടും മിസ്റ്റേക്ക് വന്നിട്ടുണ്ടെങ്കിൽ ബേജാറൊക്കെ ബെറ്റർ അടുത്തെല്ലാം ശരിയാക്കിയിട്ട് എടുക്കും ചേർന്ന. അപ്പോൾ നമ്മൾ 15 പവൻ്റെ ബ്രൈഡൽ സെറ്റ് നമ്മൾ ഡെഡിക്കേറ്റ് ചെയ്യുന്നുള്ളത് ഒന്ന് ബ്രദറിന്, പിന്നെ ഒന്ന് ഫാദറിന്, പിന്നെ ഒന്ന് ഉമ്മാക്ക്, അതായത് മദറിന്. ഈ 3 ആൾക്കാണ് നമ്മൾ ചെയ്യുന്നുള്ളത് ഡെഡിക്കേറ്റ്. കാരണം നിങ്ങളെ മക്കൾ 15 പവന് തരുമ്പോൾ ഈ 15 പവനേ ഉള്ളൂ, ഇതിലെന്തുണ്ടാന്ന് ചോദിക്കുമ്പോൾ നീ കാണിച്ചു കൊടുക്കാനുള്ളത്. അതുപോലെ നിൻ്റെ പെങ്ങൾക്ക് നീ കൊടുക്കുമ്പോൾ നീ പെങ്ങളോട് ചെല്ലണ്ടേന്ന് ഇതോ 15 പവൻ അത്യാവശ്യം എല്ലാം ഉണ്ട് ചെല്ലാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ബ്രദറിന് ചെല്ലുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള കളക്ഷൻസ് ആയിട്ട് എപ്പോൾ വരുവേനെ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം, ഇൻഷാ അല്ലാഹ്. നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. അതേപോലെ സബ്സ്ക്രൈബ് ആക്കൂ, ലൈക്ക് ഇടൂ, കമൻറ്റ് ഇടൂ, ഷെയർ ആക്ക്. ഇതെല്ലാം ആവശ്യം ഉണ്ടാവും. നമ്മളെ വീട്ടിൽ, കുടുംബത്തിൽ, ഫാമിലി, ഫ്രണ്ട്സിൽ എല്ലാവർക്കും മംഗലെല്ലാം ഉണ്ടാവും. എല്ലാം അയച്ചു കൊടുക്കുക. 15 പവനിൽ അത്യാവശ്യം എല്ലാം ഉള്ള കളക്ഷൻസും അവിടെ ഉണ്ട്, അവിടെ പോയിക്കോ, ചൊല്ലിക്കൊടു. ഓക്കെ, അപ്പോൾ ഓക്കെ, ബൈ, താങ്ക് യു, ഹാവ് എ നൈസ് ഡേ.